ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അദ്ദേഹത്തെ പറ്റി എത്രയോ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും എനിക്കും മടുക്കാറില്ല, കാണുന്ന നിങ്ങൾക്കും മടുക്കാറില്ല എന്ന് നിങ്ങളുടെ കമൻറ്റുകളിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇപ്പോഴും ഊർജ്ജസ്വലനായി നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ടായി. ഫിഫ 4 ഒരു മത്സരാർത്ഥിയായിരുന്നു. കപ്പ് പോലും കിട്ടാതെ ഇത്രയും ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി വേറെ ഇല്ല എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും 2024 ഫിഫ 6 കഴിഞ്ഞപ്പോഴും ഏറ്റവും കൂടുതൽ ഇന്നും യൂട്യൂബ് ചർച്ച ചെയ്യുന്ന, സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനാണ്. എനിക്കൊന്ന് 2 ദിവസമായിട്ട് അദ്ദേഹത്തെ പറ്റിയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം കാലത്തിൻ്റെ ഒരു നീതിയുണ്ട്. ഇപ്പം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിനെതിരെ പ്രേരിപ്പിച്ച പല കാര്യങ്ങളും അസത്യമാണെന്ന് തെളിയിക്കുന്ന ഒരു നിമിഷങ്ങൾ. അപ്പം ആ സന്തോഷത്തിൽ അദ്ദേഹത്തിന് ഒരു അവാർഡ് കൂടി കിട്ടിയ വിവരമാണ് ഞാൻ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നത്. നമുക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമല്ലേ. MFME ദിനത്തോടനുബന്ധിച്ച് ഈ കൊല്ലത്തെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ അല്ലെങ്കിൽ ഊർജ്ജസ്വലനായ വ്യക്തിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെയാണ്. അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഡോക്ടർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഹോട്ടൽ സൗത്ത് പാർക്ക്, എനിക്ക് തോന്നുന്നു ഹോട്ടൽ സൗത്ത് പാർക്ക് എന്ന് പറഞ്ഞാൽ ലോകത്തെമ്പാടും ഈ ഹോട്ടൽ ശൃംഖല ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. ഇത് തിരുവനന്തപുരത്തും ഉണ്ട് എന്ന് തോന്നുന്നു. അതിന് തിരുവനന്തപുരത്ത് വെച്ചാകാം. എൻ്റെ സ്ഥലമൊന്നും ഇട്ടിട്ടില്ല. ഹോട്ടൽ സൗത്ത് പാർക്ക് എന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ജൂൺ 27, 2024 ജൂൺ 27 5 PM അവാർഡ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമില്ലേ, എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. ഡോക്ടർക്ക് എത്രയോ അവാർഡ് കിട്ടി. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിലെ വേറെ ഏതെങ്കിലും ഒരു മത്സരാർത്ഥിക്ക് ഇത്രമേൽ അവാർഡും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം എത്രയോ അവാർഡുകളില്ലേ. 2023 ഏറ്റവും ജനപ്രിയനായ വ്യക്തി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനായിരുന്നു. ഇപ്പം 2024 ആയപ്പോഴും അതിന് യാതൊരു മാറ്റവുമില്ല. ഏറ്റവും ജനപ്രിയനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ആ വ്യക്തിയായിട്ടും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു 2022 അദ്ദേഹം തന്നെയായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ എത്രയോ അവാർഡുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലൂടെ എത്തിയിരിക്കുന്നു. ഇനി അവാർഡുകൾ വാരിക്കൂട്ടാൻ അദ്ദേഹത്തിന് കഴിയട്ടെ അല്ലേ. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ പറ്റി എത്ര പറഞ്ഞാലും നമുക്ക് തീരാത്തത്ര കഥകളും വീഡിയോകളും ഒക്കെയുണ്ട്. നമുക്ക് പുതിയ വീഡിയോകളുമൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ, അതുവരെ ഓക്കെ, ബായ്.